തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയുമായി സ്വരച്ചേർച്ചയില്ലെന്നും പിരിഞ്ഞു താമസിക്കുകയാണെന്നുമുള്ള റിപ്പോർട്ടുകൾ പരോക്ഷമായി തള്ളിക്കൊണ്ടാണ് മകനും യുവ സംവിധായകനുമായ ജെയ്സൺ സഞ്ജയ് രംഗത്തെത്തിയിരിക്കുന്നത്. തന്റെ കന്നി ചിത്രമായ സിഗ്മയുടെ പ്രചാരണത്തിനു വേണ്ടി നൽകിയ അഭിമുഖത്തിലാണ് പിതാവുമായുള്ള ആത്മബന്ധത്തെക്കുറിച്ചും ജീവിതത്തിൽ അദ്ദേഹം നൽകിയ ഉപദേശങ്ങളെക്കുറിച്ചും ജെയ്സൺ വെളിപ്പെടുത്തിയത്. ഇതോടെ പ്രചരിച്ചിരുന്ന വസ്തുതാവിരുദ്ധമായ വാർത്തകളെല്ലാം തന്നെ ആരാധകർ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വിജയ് ചരിത്രപരമായ വിപ്ലവമെന്നാണ് അദ്ദേഹത്തിന്റെ മകനായ സഞ്ജയ് ജേസൺ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ ചരിത്രപരമായ വിജയത്തോടെ തനിക്കും അനിയത്തിക്കും കുടുംബത്തിനും കൂടുതൽ ഉത്തരവാദിത്തം വന്നിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അച്ഛന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കേണ്ടതുണ്ടെന്നും അതിനാൽ ഓരോ പടിയിലും ഏറെ ശ്രദ്ധാലുവായിരിക്കണമെന്നും ജേസൺ കൂട്ടിച്ചേർത്തു. സ്വന്തമായി ഒരു വ്യക്തിത്വം കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു അച്ഛൻ തനിക്കു നൽകിയ പ്രധാന ഉപദേശമെന്നും ജേസൺ പറയുന്നുണ്ട്. എന്തെങ്കിലും സഹായം വേണമെങ്കിലൊക്കെ ചെയ്തു തരാമെന്നും പക്ഷേ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്യണമെന്നും എങ്കിൽ മാത്രമേ ജീവിതത്തിൽ അനുഭവപരിചയം ലഭിക്കുകയുള്ളൂ എന്നുമെല്ലാം വിജയ് തന്റെ മകനെ ഉപദേശിച്ചതായി മകൻ പറയുന്നു. ഈ വാക്കുകൾ തന്നെയാണ് തന്റെ ജീവിതത്തിലെ ലക്ഷ്യമെന്നും ജേസൺ വ്യക്തമാക്കുന്നുണ്ട്. തമിഴകത്തെ പ്രമുഖ താരത്തിന്റെ മകനായിരുന്നിട്ടും അഭിനയത്തിന്റെ പകരം സംവിധാനം തിരഞ്ഞെടുത്തതിനെ കുറിച്ചും അദ്ദേഹം മനസ്സ് തുറന്നു. ചെറുപ്പം മുതലേ സിനിമാ സെറ്റുകൾ കാണുവാൻ കഴിഞ്ഞതാണ് സിനിമയോടുള്ള താല്പര്യം വളർത്തിയത്. ആദ്യകാലത്തൊക്കെ പൈലറ്റ് ആകാനും പിന്നീട് ക്രിക്കറ്റർ ആകാനും ആഗ്രഹിച്ചിരുന്നു. സ്കൂൾ പഠനകാലത്താണ് സിനിമയോട് താല്പര്യം തോന്നി തുടങ്ങിയത്. തുടർന്ന് കാനഡയിൽ പോയി സിനിമാ സംവിധാനമൊക്കെ പഠിച്ച ശേഷമാണ് ഈ രംഗത്തേക്ക് വരാൻ ഉറച്ച തീരുമാനം എടുത്തത്. തന്റെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ യുവൻ ശങ്കർ രാജയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുദീപ് കിഷൻ നായകനാകുന്ന സിഗ്മ എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിലൂടെയാണ് ജെയ്സൺ സഞ്ജയ് സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്നത്.